ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഉലുവക്കഞ്ഞിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഉലുവക്കഞ്ഞിക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ഞവരരി 1 കപ്പും അതുപോലെ ഉലുവ 1/4 കപ്പുമാണ്. നന്നായി കഴുകിയെടുക്കുക. 3 കപ്പ് വെള്ളം ഒഴിക്കുക. ഒരു 8 മണിക്കൂർ നേരം കുതിരാനായിട്ട് വെക്കുക. അത് കഴിഞ്ഞ് എടുത്തതിന് ശേഷം അതേപോലെ തന്നെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് വെള്ളം എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് തേങ്ങ ചെരുകിയത് വേണം. ഒരു തേങ്ങ ചെരുകിയത് എടുക്കാം. അത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1-ാം പാൽ റെഡിയാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് 2-ാം പാൽ ഒരു 3/4 കപ്പും വേണം. അത് രണ്ടും റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അരി റെഡി ആയിട്ടുണ്ടാവും. അരി റെഡിയായി കഴിഞ്ഞ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് ചൂടുകട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കാം. അതിലേക്ക് നമുക്ക് ശർക്കര പൊടിയായിട്ടൊക്കെ എങ്ങനെയായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ കരിപ്പെട്ടി 300 ഗ്രാം ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഏലക്കായ പൊടിയായിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ജീരകം പൊടി 1 ടേബിൾ സ്പൂൺ, ചുക്കുപൊടി 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് പരുവപ്പെട്ട് വന്നാൽ അതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കുക. തീ ഓഫ് ചെയ്യുക. അതിലേക്ക് ഒരു 1/4 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ നെയ്യിൽ വറുത്തെടുത്ത് കൂടി ചേർത്താൽ കഞ്ഞി റെഡി.